ഹലോ ഫ്രണ്ട്സ്, ഐ എം ഡോക്ടർ സിത്താര. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗർഭിണികൾ ഗർഭകാലത്ത് തണ്ണിമത്തൻ അതായത് വാട്ടർമെലൺ കഴിക്കുന്നത് സുരക്ഷിതമാണോ അല്ലയോ, അത് കഴിക്കുന്നത് കൊണ്ട് ഗർഭിണികൾക്കും കുഞ്ഞിനും ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഗർഭകാലത്ത് മിതമായ അളവിൽ തണ്ണിമത്തൻ കഴിക്കുന്നത് സുരക്ഷിതമാണ്. ഇനി തണ്ണിമത്തൻ അതായത് വാട്ടർമെലൺ കഴിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്നാമത്തത്, ഒരു പരിധിവരെ മോർണിംഗ് സിക്നസ് കുറയ്ക്കാൻ വേണ്ടി ഈ തണ്ണിമത്തൻ അതായത് വാട്ടർമെലൺ കഴിക്കുന്ന ശീലം സഹായിക്കുന്നുണ്ട്. മോർണിംഗ് സിക്നസ് എന്ന് പറഞ്ഞാൽ ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന നോസിയ അതായത് ഓക്കാനം, ഛർദി, ക്ഷീണം എന്നിവയാണ്. അപ്പോൾ ഇവ അധികം ഗർഭിണികൾക്കും രാവിലെയാണ് ഉണ്ടാവാറുള്ളത്. രാവിലെ മാത്രമല്ല കേട്ടോ, പല സമയത്തും ഉണ്ടാവാറുണ്ട്. എന്നാലും അധികവും രാവിലെ കണ്ടുവരുന്നത് കൊണ്ടാണ് ഇതിനെ മോർണിംഗ് സിക്നസ് എന്ന് പറയുന്നത്. തണ്ണിമത്തൻ അതായത് വാട്ടർമെലണിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓക്കാനവും ഛർദിയും ക്ഷീണവും ഒക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ തണ്ണിമത്തൻ കഴിക്കുന്ന ശീലം സഹായിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തത്, ഗർഭിണികൾക്കുണ്ടാവുന്ന സ്വെല്ലിങ് അതായത് വീക്കം, കാലിലും കയ്യിലുമൊക്കെ ഗർഭകാലത്ത് സ്വെല്ലിങ് ഉണ്ടാവാറുണ്ട്. അതും ഒരു പരിധിവരെ മാറാൻ തണ്ണിമത്തൻ കഴിക്കുന്ന ശീലം സഹായിക്കും. മൂന്നാമത്തത്, ഗർഭിണികൾക്കുണ്ടാവുന്ന ഹാർട്ട് ബേൺ അതായത് നെഞ്ചിരിച്ചിൽ. എന്ത് ഭക്ഷണം കഴിച്ചാലും ഭയങ്കരമായിട്ട് നെഞ്ചിരിക്കുന്നു, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, അങ്ങനൊരവസ്ഥ. അതും ഒരു പരിധിവരെ മാറാൻ വേണ്ടി തണ്ണിമത്തൻ കഴിക്കുന്ന ശീലം സഹായിക്കും. നാലാമത്തത്, ഫീറ്റസ് അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് തണ്ണിമത്തൻ കഴിക്കുന്ന ശീലം സഹായിക്കുന്നുണ്ട്. തണ്ണിമത്തനിൽ വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇവ ഫീറ്റസിൻ്റെ ബോൺ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. അഞ്ചാമത്തത്, മസിൽ ക്രാമ്പ് ഗർഭിണികൾക്ക് ഉണ്ടാകുന്ന പേശി വലിവ് ഒരു പരിധിവരെ മാറാൻ വേണ്ടി തണ്ണിമത്തൻ കഴിക്കുന്ന ശീലം സഹായിക്കുന്നു. ആറാമത്തത്, സ്കിൻ പിഗ്മെൻറ്റേഷൻ. അതേ ഗർഭിണികൾക്കും ഗർഭകാലത്ത് സ്കിൻ പിഗ്മെൻറ്റേഷൻ ഉണ്ടാകുന്നു. കറുത്ത പാടുകളും കരിവാളിപ്പും ഒക്കെ ഉണ്ടാകുന്നു. ഇതൊക്കെ ഒരു പരിധിവരെ മാറാൻ വേണ്ടി തണ്ണിമത്തൻ കഴിക്കുന്ന ശീലം സഹായിക്കും. ഏഴാമത്തത്, ഡൈജഷൻ. അതേ ഗർഭിണികളും ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ടാണ് ഡൈജഷൻ ബുദ്ധിമുട്ട്, കോൺസ്റ്റിപ്പേഷൻ, അതായത് മലബന്ധം. അതൊക്കെ ഒരു പരിധിവരെ മാറാൻ തണ്ണിമത്തൻ കഴിക്കുന്ന ശീലം സഹായിക്കും. ഏറ്റവും അവസാനത്തത്, ഡിറ്റോക്സിഫിക്കേഷൻ. അതായത് നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്തു കളയാൻ, അവരുടെ ആ എഫക്റ്റ്, ടോക്സിൻ്റെ എഫക്റ്റ് ഒക്കെ മാറ്റാൻ, നമ്മളെ ശരീരം ശുദ്ധമായി സൂക്ഷിക്കാനൊക്കെ തണ്ണിമത്തൻ കഴിക്കുന്ന ശീലം ഗർഭകാലത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ അമൃതാണെങ്കിലും അമിതമായ വിഷമാണ് അല്ലേ. അപ്പോൾ ഇത് കൂടുതലായിട്ട് കഴിക്കുന്നത് നല്ലതല്ല. കാരണം വാട്ടർമെലണിൽ കാർബ്സിൻ്റെ അളവ് കൂടുതലാണ്, ഫൈബർ നാരിൻ്റെ അളവ് കുറവാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അതായത് ഗർഭകാലത്ത് ഉണ്ടാകുന്ന പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി അതുള്ളവരാണെങ്കിൽ ഇത് കഴിക്കാതെ തന്നെ ഇരിക്കുക. ഇനി അതൊന്നും ഇല്ല എന്നാൽ പോലും നിങ്ങൾ തണ്ണിമത്തൻ കൂടുതലായിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കഴിക്കേണ്ട കേട്ടോ, വളരെ മിതമായ അളവിൽ ഒരു ദിവസം ഒരു ഹാഫ് കപ്പ് അങ്ങനെയൊക്കെ കഴിച്ചാൽ മതി. എല്ലാ ദിവസവും കഴിക്കാം. ഒരു അരക്കപ്പ് കഴിക്കാൻ നിങ്ങൾക്ക് എല്ലാ ദിവസവും അരക്കപ്പ് കഴിക്കാം. അതുകൊണ്ട് ദോഷമില്ല, ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു, ബൈ.